ഹെൽത്തി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ കൈവരിക്കുമ്പോൾ നിങ്ങളുടെ കലോറി ഉപഭോഗം മനസ്സിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നിർണായകമാണ്. വളരെ കുറച്ച് കഴിക്കുന്നുള്ളൂ എന്നിട്ടും വണ്ണം വയ്ക്കുന്നു അല്ലെങ്കിൽ വണ്ണം കുറയുന്നില്ല എന്നൊക്കെ പലരുടെയും പരാതിയാണ്. അതിൻ്റെ കാരണം പലപ്പോഴും നാം കഴിക്കുന്നതിൻ്റെ കാലറി എത്രയാണെന്ന് നാം അറിയുന്നില്ല എന്നതാണ്. നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാനോ പേശികൾ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലെ ശരീരഘടന നിലനിർത്താനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കലോറി എങ്ങനെ കണക്കാക്കാമെന്ന് അറിയുന്നത് ഒരു അടിസ്ഥാന അറിവാണ്. വയറ് നിറയെ കഴിക്കണമെന്നില്ല നമുക്ക് ആവശ്യത്തിനുള്ള കലോറി ലഭിക്കാൻ. നാം എന്ത് കഴിക്കുന്നു എന്നതിലാണ് കാര്യം. നാം കഴിക്കുന്ന ഓരോന്നിൻ്റെയും കലോറി എത്രയാണെന്ന് മനസ്സിലാക്കേണ്ടതും വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ബേസൽ മെറ്റാബോളിക് റേറ്റ് അതായത് BMR നിർണ്ണയിക്കുക. നിങ്ങളുടെ BMR നിങ്ങളുടെ ശരീരത്തിന് വിശ്രമവേളയിൽ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നിലനിർത്താൻ ആവശ്യമായ കലോറികളുടെ എണ്ണത്തെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങളുടെ BMR കണക്കാക്കാൻ നിരവധി സൂത്രവാക്യങ്ങൾ നിങ്ങളെ സഹായിക്കും. എന്നാൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഹാരിസ് ബെനഡിക്റ്റ് സമവാക്യം. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നോക്കാം. പുരുഷന്മാർക്കാണെങ്കിൽ 88.362 പ്ലസ് 13.397 ഇൻറ്റു നിങ്ങളുടെ ഭാരം പ്ലസ് 4.799 ഇൻറ്റു ഉയരം മൈനസ് 5.677 ഇൻറ്റു പ്രായം. സ്ത്രീകൾക്കാണെങ്കിൽ 447.593 പ്ലസ് 9.247 ഇൻറ്റു ഭാരം പ്ലസ് 3.098 ഇൻറ്റു ഉയരം മൈനസ് 4.330 ഇൻറ്റു പ്രായം. പ്രവർത്തന നിലയിലെ ഘടകം. നിങ്ങളുടെ ദൈനംദിന കലോറി ആവശ്യകതകൾ നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ BMR മാത്രമല്ല നിങ്ങളുടെ ശാരീരിക പ്രവർത്തന നിലയും അനുസരിച്ചാണ്. ഹാരിസ് ബെനഡിക്റ്റ് സമവാക്യം നിങ്ങളുടെ പ്രവർത്തന നിലയെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത ഗുണിതങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഉദാസീനത, ചെറിയതോ വ്യായാമമില്ലാത്തതോ ആയ അവസ്ഥ, BMR ഇൻറ്റു 1.2. ലഘുവായ ആക്റ്റീവ്, ആഴ്ചയിൽ 1 തൊട്ട് 3 ദിവസം വരെയൊക്കെ നേരിയ വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, സ്പോർട്സിലൊക്കെ ആക്റ്റീവ് 1 തൊട്ട് 3 ദിവസം വരെയൊക്കെ സ്പോർട്സൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ BMR ഇൻറ്റു 1.375. മിതമായ സജീവം, മിതമായ വ്യായാമം അല്ലെങ്കിൽ സ്പോർട്സ് ആഴ്ചയിൽ 3 തൊട്ട് 5 ദിവസം വരെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ BMR ഇൻറ്റു 1.55. വളരെ സജീവമാണ്, കഠിനമായ വ്യായാമം അല്ലെങ്കിൽ സ്പോർട്സ് ആഴ്ചയിൽ 6 തൊട്ട് 7 ദിവസം വരെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ BMR ഇൻറ്റു 1.725. സൂപ്പർ ആക്റ്റീവ്, വളരെ കഠിനമായ വ്യായാമം, ശാരീരിക ജോലി അല്ലെങ്കിൽ പരിശീലനം ദിവസത്തിൽ 2 തവണ ചെയ്യുന്നുണ്ടെങ്കിൽ BMR ഇൻറ്റു 1.9. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക. നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാനോ നിലനിർത്താനോ ശരീരഭാരം കൂട്ടാനോ നോക്കുകയാണോ? നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ദൈനംദിന കലോറി ഉപഭോഗം നിർണ്ണയിക്കുക. ശരീരഭാരം കുറയ്ക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നതിലും കുറച്ച് കലോറി ഉപഭോഗം ചെയ്തുകൊണ്ട് കലോറിയുടെ അളവ് കുറയ്ക്കുക. ശരീരഭാരം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നതിലും കൂടുതൽ കലോറി ഉപഭോഗം ചെയ്യുക. നിങ്ങളുടെ നിലവിലെ ഭാരം നിലനിർത്താൻ കലോറി ഉപഭോഗവും ചെലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ലക്ഷ്യമിടുക. നിങ്ങളുടെ കലോറികൾ ട്രാക്ക് ചെയ്യുക. നിങ്ങളുടെ കലോറി ഉപഭോഗം ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന വിവിധ ആപ്പുകളും ടൂളുകളും ലഭ്യമാണ്. ഇവ നിങ്ങളുടെ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് വിലയേറിയ ഉൾക്കാഴ്ചകൾ നൽകുകയും ആരോഗ്യകരമായ ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അളവ് മാത്രമല്ല, നിങ്ങളുടെ കലോറിയുടെ ഗുണമേന്മയിൽ ശ്രദ്ധിക്കാൻ ഓർക്കുക. വിവരമുള്ള ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ നടത്തുക. ആവശ്യ വിറ്റാമിനുകൾ, ധാതുക്കൾ, മാക്രോന്യൂട്രിയൻറ്റുകൾ എന്നിവ നൽകുന്ന പോഷകസാന്ദ്രമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. മെലിഞ്ഞ പ്രോട്ടീനുകൾ, ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഭാഗങ്ങളുടെ വലിപ്പം ശ്രദ്ധിക്കുക. സംസ്കരിച്ചതോ പഞ്ചസാരയോ ഉള്ള ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കുക. ഫിറ്റ്നസ്സിനായി ഭക്ഷണം കഴിയുന്നതിന് മുമ്പ് കലോറി കണക്കാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യവും ഫിറ്റ്നസ് ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമാണ്.
നിങ്ങളുടെ BMR മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രവർത്തന തലത്തിൽ ഫാക്ടറിംഗ് നടത്തുക, വ്യക്തമായ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക, അറിവോടെയുള്ള ഭക്ഷണം തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നിവയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കലോറി ഉപഭോഗം നിയന്ത്രിക്കാനും ആരോഗ്യത്തോടെ ആയിരിക്കുവാനും കഴിയും. ഓർക്കുക, കലോറി എണ്ണുന്നത് മാത്രമല്ല, ഓരോ കലോറിയും നിങ്ങളുടെ ക്ഷേമത്തിനായി കണക്കാക്കുന്നതിനാണ് ഇത്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി.